എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. അളകാപുരി വീട് അങ്ങനെ ഒരു സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്ന ആ സ്നേഹവും ഒത്തൊരുമയല്ല ഒരു റിസോർട്ടിന്റെ പേരിൽ തന്നെ അങ്ങനെ ഇല്ലാതാവുകയാണ്. അബിയുടെയും ജാനകിയുടെയും പേരിൽ ആ റിസോർട്ട് എഴുതി വെച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രഭാവതിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ പേരിൽ പ്രഭാവതിയും സൂര്യനാരായണനും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവസാനം പ്രഭാവതി സൂര്യനാരായണന്റെ വഴക്കിട്ട് താഴേക്ക് ഇറങ്ങി പോരുവാണ്. സൂര്യനാരായണൻ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കാരണം തന്നെ ഇതുവരെയായിട്ട് മനസ്സിലാക്കാനായിട്ട് പ്രഭയ്ക്ക് സാധിച്ചിട്ടില്ല. ഇത്രയും കാലം കൂടെ ഉണ്ടായിട്ട് പോലും ഒരു റിസോർട്ട് എഴുതി വെച്ചതിന്റെ പേരിൽ തന്നോട് അവൾ ഇത്രമാത്രം ഇത് കാണിക്കുന്നു. പക്ഷെ പ്രഭാവതിയുടെ മനസ്സിൽ അതല്ല. ഒരു റിസോർട്ടാണെങ്കിലും എന്താണെങ്കിലും കൊടുത്താനല്ല കുഴപ്പം. തന്നോട് ഒരു വാക്കുപോലും ചോദിച്ചില്ലോ. ചോദിക്കായിരുന്നു, ഏട്ടന് ചോദിച്ചിട്ട് ചെയ്യായിരുന്നു. അങ്ങനെയാണ് തനിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. പക്ഷേങ്കിൽ കിട്ടിയ സമയം മാക്സിമം വിനിയോഗിക്കാൻ തന്നെ അജയ് തീരുമാനിച്ചു. അല്ലെങ്കിൽ തന്നെ അജയുടെ മനസ്സിൽ അബിയോടുള്ള ദേഷ്യമായിരുന്നു. അബി അളകാപുരി അടക്കി ഭരിക്കുന്നു എന്നൊരു ചിന്ത അജയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ തന്നെ അജയ് തീരുമാനിക്കുകയാണ്. അപ്പൊ തനിക്ക് പറ്റിയ ഭാര്യ ഇവിടെ അപർണയാന്ന് മനസ്സിലായി. കാരണം അപർണയാണ് ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. മൂന്നാളിലെ റിസോർട്ട് അബിയുടെയും ജാനകിയുടെയും പേരിലെന്നുള്ള സത്യങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ അപർണയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വ്യക്തമായ കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിരിക്കും എന്നൊക്കെ ഓർത്തോണ്ട് അജയ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും അപർണ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപർണനെ കണ്ടതും അജയ് പെട്ടെന്ന് അപർണയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപർണയെ കണ്ടിട്ട് അജയ് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം സംസാരിക്കുകയാണെന്ന് പറയാം. എന്താ അജയ്ക്ക് പറയാനുള്ളത്? അല്ല, ഈ മൂന്നാളിലെ റിസോർട്ടിന്റെ കാര്യങ്ങളൊക്കെ അപർണ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കാം. ഇത് കേട്ടതോ അപർണ പറഞ്ഞു, അതെ കാര്യങ്ങൾ അറിഞ്ഞല്ലോ, അത് പോരേന്ന് ചോദിക്കാം. ഇനി കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ടെന്ന് പറയാം. ഇത് കേട്ടത് അജയ് പറഞ്ഞു, എന്താണെങ്കിലും അത്ര അറിഞ്ഞ സ്ഥിതിക്ക് അപർണയ്ക്ക് ബാക്കി കാര്യങ്ങളും കൂടെ അറിയായിരിക്കുമല്ലോ എന്ന് പറയാണ്. ഇതിൽ കൂടുതൽ ഇനി എന്തറിയാനാ അജയ്? കൂടുതലായിട്ടൊന്നും അറിയാനില്ലോ എന്ന് പറയണം. നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് മക്കൾക്കെല്ലാം ഒരേപോലെ തണ്ടേന് പകരം കണ്ടില്ലേ, മൂത്ത ആൾക്ക് മാത്രം കൂടുതൽ വീതം കൊടുത്തേക്കുന്നേ. കൂടുതൽ വീതം എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ടും അളകാപുരി വീതിച്ചിട്ടില്ല. പക്ഷേങ്കില് മൂത്ത മകന് മാത്രമാണ്ടേ അത്രയും വിലപിടിപ്പുള്ള ആ റിസോർട്ട് ദാനമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? അപ്പൊ നിങ്ങൾ ആരും മക്കളല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപർണ അജയനെ ഒന്നുകൂടെ അങ്ങോട്ട് ചൂട് പിടിപ്പിക്കുകയാണ്. അജയ് പറഞ്ഞു, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കള്ളക്കളിയുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അച്ഛനങ്ങനെ ചെയ്യത്തില്ല. അല്ലെങ്കിലും ഞാനും അമ്മലും ഒക്കെ ഇവിടെ വെറും മൂന്നാം കിടക്കാരാ. അന്നും ഇന്നും അതെ. അഭിയേട്ടനാണ് ഇവിടെ സ്ഥാനം എന്ന് പറയാ. അപർണ പറഞ്ഞു, അതാണ് നിങ്ങളുടെ പോരായ്മ, നിങ്ങളുടെ കഴിവുകേട്. എന്റെ ഭർത്താവ് പിന്നെ അമലിന്റെ കാര്യം അറിയാലോ. അമല് പിന്നെ അഭിയേട്ടൻ പറയുന്നതിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകത്തില്ല. അതുകൊണ്ട് അമലിന്റെ കാര്യത്തിൽ ഞാൻ അത്ര വലിയ കാര്യമൊന്നും കാണിക്കുന്നില്ല. പക്ഷേങ്കിൽ അജയ് അങ്ങനെയല്ല. അജയ് ഒരു വക്കീലാണ്. അജയന്റെ ക്രിമിനലും ബുദ്ധിയുള്ളതാണ്. അജയ്ക്ക് അറിയാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. നിങ്ങളൊരു കാര്യം ചെയ്താൽ മാത്രം മതി. എത്രയും പെട്ടെന്ന് ആ റിസോർട്ട് അവിടുന്ന് ഇഷ്ടദാനമായിട്ട് നൽകിയതില്ലേ, അപ്പൊ അതെന്താണെങ്കിലും തിരികെ എടുക്കാനുള്ളതിന് വകുപ്പ് അതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛനോട് പറഞ്ഞത് തിരികെ വാങ്ങിക്കുക. ഒരു കാരണവശാലും അഭിയേട്ടനും ജാനിയടത്തേക്കും തന്നെയായിട്ടത് വിട്ടുകൊടുക്കരുതെന്ന് പറയണം. ഇത് കേട്ടപ്പം അജയ് പറഞ്ഞു, അത് ശരിയാ, വേണമെങ്കിൽ അച്ഛൻ അത് എപ്പോ വെള്ളം റദ്ദാക്കാം. അങ്ങനെ ഒരു വകുപ്പ് അതിനകത്തുണ്ട്. അങ്ങനെയാണ് അത് എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അച്ഛൻ അത് റദ്ദാക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പം അച്ഛൻ അതിന് സമ്മതിച്ചാൽ പോലും, അഭിയേട്ടനെ സമ്മതിച്ചാൽ പോലും ജാനിയടുത്ത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ആരൊക്കെ സമ്മതിച്ചാലും ഒരു കാരണവശാലും അവർ സമ്മതിക്കാൻ വഴിയില്ലെന്ന് പറയാ. ഇത് കേട്ടതും അപർണ പറഞ്ഞു, അത് ശരിയാ, അവരൊക്കെ ആരെന്നാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കുടുംബത്തെ അവർ ഓരോന്നോരോന്നായിട്ട് വിഴുകിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെയും വിചാരം ഈ കുടുംബത്തോടുള്ള സ്നേഹം കാണിച്ചിട്ട് അവര് അങ്ങനെ ഇരിക്കുമെന്നാ. പക്ഷെ അതൊന്നും അല്ല എന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. പുറമെ സ്നേഹം കാണിച്ച് അവര് അളകാപുരി മൊത്തം വെട്ടിപ്പിടിക്കാനാണ് നോക്കുന്നത്. അതും മനസ്സിലാക്കാനായിട്ട് ഇതേ അജയുടെ അനിയന് അമലിന് പറ്റിയിട്ടില്ല. പക്ഷെ അജയെങ്കിലും മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കിയില്ലെങ്കിൽ അളകാപുരി മിക്കവാറും അബിയുടെയും ജാനകിയുടെയും പേരിലാവും. പിന്നെ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ എന്റെ കാര്യം അങ്ങോട്ട് വിട്ടുവരാൻ ഞാൻ കയറി വന്ന മരുമോള. ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുത്തിത്തിരിപ്പാന്ന് പറയും. പക്ഷെങ്കിൽ എനിക്ക് പറയാൻ വോയിസ് ഇല്ല. നിങ്ങൾ മക്കൾക്ക് പറയാലോ. അമലിനോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അജയ് അമലിനെ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് പറയണം. ആ സമയത്താണ് നിരഞ്ജന അതിലൂടെ പെട്ടുപഴിച്ചു വരുന്നത്. നിരഞ്ജന വന്നു കഴിഞ്ഞപ്പോഴത്തേനും അജയും അപർണ മാറി സംസാരിക്കുന്നത് കേട്ടു. ഇവരെന്താ പോലും ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത്? അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ആ റിസോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഓഹോ, ഒക്കെ കിട്ടിയ സമയത്ത് അജയ് അപർണയും കൂടെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപർണ അജയുടെ മനസ്സിലേക്ക് കൂടുതൽ വിഷം കുത്തി നിറയ്ക്കാൻ നോക്കുന്നുണ്ട്. അഭിയേട്ടൻ ജാനിയടത്തേക്ക് എതിരാക്കി നീക്കാണ്ട് ശ്രമിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല.
എന്നൊക്കെ നിരഞ്ജന മനസ്സ് വിചാരിക്കുന്നുണ്ട്. പിന്നീട് അപർണ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയിപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അജയ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട. അജയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അജയ്ക്ക് ചെയ്യാം. ഒന്നുമല്ലെങ്കിൽ ഒരു വക്കീലല്ലേ, അജയ്ക്ക് കുറച്ച് നിയമവശങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, ആ വകുപ്പിൽ അങ്ങ് നീങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ ഇനി ഉള്ള സ്വത്തും കൂടെ നഷ്ടവും കിടപ്പാടും ഇല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും എന്ന് പറയാണ്. എന്ന് പറഞ്ഞിട്ട് അപർണ അങ്ങോട്ട് പോകുമ്പോഴത്തേനും പെട്ടെന്ന് നിരഞ്ജന അങ്ങോട്ട് മാറി. അപർണയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. കാരണം അജയ് തന്റെ വഴിക്ക് വരുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ അജയനെ കയ്യിലെടുക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും. അമ്മലിനെ കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അവൻ എന്താണെങ്കിലും അഭിയാണെതിരെ നീങ്ങാൻ പോകുന്നു തോന്നില്ല. പക്ഷെ അജയ് അങ്ങനെയല്ല, അവന് സ്വത്തുക്കൾ വേണമെന്നൊക്കെ ഉണ്ട്. അവന്റെ മൈൻഡ് വേറെയാന്ന് അപർണ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സമയം അബി ആകെപ്പാട് ടെൻഷൻ അടിച്ച് മുറിയിലിരിക്കുകയാണ്. അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കുമാണ് ജാനകി അങ്ങോട്ട് കടന്നു വരുന്നത്. ജാനകിയെ കണ്ടു തന്നെ അബി പറഞ്ഞു, എനിക്കറിയത്തില്ല ജാനകി, ഈ കുടുംബത്തിന്റെ സ്വസ്ഥതയും താളം തന്നെ കെട്ടുപോയെന്നാ തോന്നേ. ഇപ്പൊ കണ്ടില്ലേ, പരസ്പരം ആരും തമ്മിൽ മിണ്ടാട്ടം പോലുമില്ല. എന്തിനേറെ പറയുന്നു, അമൃതേനെ കണ്ടില്ലേ, ഏട്ടാന്ന് വിളിച്ചാൽ മുഴുവൻ വിളിക്കാത്ത അവളാ. ഇന്ന് പറഞ്ഞു കേട്ടില്ലേ, നമ്മൾ അവളെ വഞ്ചിക്കുവന്ന്. അവളെ മാത്രമല്ല, ഈ കുടുംബത്തെ നമ്മൾ സ്നേഹം നടിച്ച് ഈ കുടുംബത്തിലെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കുവന്ന്. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ ജാനകി? നമ്മൾ ഇത് അറിഞ്ഞ കാര്യമാണെന്ന് ചോദിക്കാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അഭിയേട്ടാ. ഇതാ ഞാൻ പണ്ടേ പറഞ്ഞില്ലേ, സ്വത്തിന്റെ കാര്യം വന്നു കഴിയുമ്പോഴത്തേനും ചേട്ടൻ അനിയും ബന്ധമൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും. പിന്നെ അവൾ ശത്രുക്കളെ മാത്രമേ കാണുള്ളൂ. ഒരാൾക്ക് ഇത്തിരി പങ്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പേരിലായിരിക്കും വഴക്കും പ്രശ്നങ്ങളും. ഇവിടെ എല്ലാരും നിൽക്കുകയല്ലേ അഭിയേട്ടൻ അച്ഛൻ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് എന്തിന്റെ പേരിലാന്ന് അറിയത്തില്ല. ഇത് കേട്ടതും അഭി പറഞ്ഞു, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഇത് റദ്ദാക്കണമെന്ന്. എനിക്ക് വേണ്ട ഇത്. കാരണം നമുക്കൊരിക്കലും ഒതുകത്തില്ല ഇത്. അച്ഛൻ നമുക്ക് വേണ്ടി മാത്രം എഴുതി തന്നിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ നാളൊരു വലിയ പ്രശ്നം ഉണ്ടാവും പറയാം. ജാനകി പറഞ്ഞു, അഭിയേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യണ്ട. അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യം കാണുമായിരിക്കും. അല്ലെങ്കിൽ തന്നെ അഭിയേട്ടന് തോന്നുന്നുണ്ടോ ഇനി അളകാപുരിയുടെ സ്വത്ത് എന്തെങ്കിലും നമ്മുടെ പേർക്ക് കിട്ടുമെന്ന്? ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരും. ഓർമ്മയുണ്ടോ അന്ന് നമ്മളെ ഇവിടുന്ന് ഇറക്കി വിട്ടത്? അന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ ആരും ഒരു തടസ്സം പിടിക്കാൻ പോലും വന്നില്ല. അന്ന് നമ്മൾ വെറും കൈയോടെ ഇറങ്ങിപ്പോയത്. അഭിയേട്ടൻ ഇത്രയും കാലം അധ്വാനിച്ചതൊക്കെ വെറുതെ ആയിരുന്നു. പക്ഷെ എന്റെ അഭിപ്രായത്തില് അളകാപുരിയിലെ സ്വത്തുക്കൾ ഇനി നമുക്ക് കിട്ടുമെന്ന് തോന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ റിസോർട്ടിന്റെ കാര്യത്തിൽ അഭിയേട്ടന് കൂടുതൽ താല്പര്യം എടുക്കണ്ട. അതിനെ റദ്ദാക്കുന്ന കാര്യം അച്ഛനോട് സംസാരിക്കണ്ട. നമുക്ക് കിട്ടിയതാട്ടെ, ഇനി നമ്മൾ എന്തിനാ അത് വേണ്ടെന്ന് വെക്കുന്നേ? അച്ഛന് ഇതിന്റെ പിന്നിൽ എന്തേലും ഒരു ഉദ്ദേശലക്ഷ്യം കാണും. ഒന്ന് കാണുമ്പോൾ അച്ഛൻ ഒന്നും ചെയ്യത്തില്ലെന്ന് അറിയത്തില്ലേ? അമ്മയോട് പോലും പറയാതെ ഇത് ചെയ്യണമെങ്കിൽ ഇതിന്റെ പേരിൽ എന്തേലും കാരണം കാണില്ലെന്ന് ചോദിക്കണം. അതൊക്കെ ശരി തന്നെ ജാനകി. പക്ഷെങ്കിൽ അമലിന്റെ അജയുടെ കാര്യമൊക്കെ ഒന്ന് ഓർത്തു വെക്കേ. അമൃത തന്നെ പറഞ്ഞു കേട്ടില്ല നീ. അത് ഞാൻ കേട്ടതാ. പക്ഷെ അത് അമൃതയുടെ വിവരക്കേട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ താളത്തിനൊപ്പം തുള്ളേണ്ട കാര്യമുണ്ടോ? എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഇങ്ങനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിലും ഈ സ്വത്തും പണമൊന്നും മോഹിച്ചല്ലോ നമ്മൾ ഈ കുടുംബത്തിലേക്ക് സ്നേഹം പാർന്നു നൽകിയത്. നീയാണെങ്കിലും അതെ, ഞാനാണെങ്കിലും ശരി. പക്ഷേങ്കില് ഇപ്പോഴും കണ്ടില്ലേ, ഓരോരുത്തരും തിരിയുന്ന കണ്ടില്ലേ? അപ്പൊ എല്ലാവരുടെ സ്നേഹം സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രമായിരുന്നോ? ഇത് കേട്ടാൻ ജാനകി പറഞ്ഞു, ഇത്ര ഉള്ള അഭിയേട്ടാ ഈ കുടുംബത്തിന്റെ സ്നേഹവും നിലനിൽപ്പൊക്കെ. ഇത്രയും നാല് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്ന ആ ഒരു സ്നേഹബന്ധം കെട്ടുറപ്പൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയില്ലേ? എന്തിനേറെ പറയുന്നു, ഈ പറയുന്ന അമ്മ പോലും തിരിഞ്ഞില്ലേന്ന് ചോദിക്കുക. എല്ലാത്തിനും കാരണം അപർണയാണ്. അവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഈ അളകാപുരിയെ രണ്ടാക്കി വേർപിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നേ. പക്ഷെ എനിക്കാ തെറ്റുപറ്റിപ്പോയത്. അന്ന് ഒരു കാരണവശാലും തമ്പിയുടെ മോളായിട്ടുള്ള വിവാഹബന്ധം ഇവിടെ നടത്തല്ലായിരുന്നു. അത് ഞാൻ ചെയ്ത തെറ്റ. അവസാനം നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് വന്നല്ലോ എന്ന് പറയണം. സാരമില്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അച്ഛന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ അച്ഛൻ നടപ്പാക്കട്ടെ. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, അത് ശരിയാ. പക്ഷെ ലച്ചുവിന്റെ കാര്യം ഓർത്തിട്ട് പാവൽ ലച്ചു, അവൾക്കാണ് നല്ല സങ്കടം ഉണ്ടെന്ന് പറയണം. നീ എന്തിനാ വിഷമിക്കുന്നേ? നമ്മൾ ഈ കുടുംബത്തിലുള്ളത്തോളം കാലം ലച്ചു നമ്മളോടൊപ്പം ഉണ്ടാവും. നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ ലച്ചു നമ്മളോടൊപ്പം പോരും. അവൾക്ക് എന്തായാലും നമ്മൾ ഈ കുടുംബം നമ്മൾ ഒരു തണലായിരിക്കും എന്ന് പറയാണ്. ആ സമയം നിരഞ്ജന മുറിയിലേക്ക് ചെല്ലുമ്പോൾ അജയ് ആകെപ്പാടെ അസ്വസ്ഥരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അജയനെ കണ്ട് നിരഞ്ജന ചോദിച്ചു, എന്തായിരുന്നു അപർണയുമായിട്ടൊരു സംസാരം ചോദിക്കുക. ഇത് കേട്ടതും അജയ് ചോദിച്ചു, നീ എങ്ങനെ അറിഞ്ഞേ? കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ കേട്ടെന്ന് പറയണം. ഓ, അപ്പൊ നീ മറിഞ്ഞിരിക്കുന്നുണ്ടാരും ചോദിക്കും. മറിഞ്ഞൊന്നുമല്ല, ഞാൻ അതിലൂടെ വന്നപ്പോ അത് അപ്രതീക്ഷിതമായിട്ട് കേട്ടെന്നുള്ളതെന്ന് പറയണം. അത് ഞാൻ ആ റിസോർട്ടിന്റെ കാര്യത്തെക്കുറിച്ചാന്ന് പറയണം. എന്തിനാ അജയ് ഇങ്ങനെ ഈ റിസോർട്ടിന്റെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അത് അഭിയാട്ടിനും ജാനിയടുത്ത് ആക്കിയോ അച്ഛൻ കൊടുത്താണെങ്കിൽ അത് അവരെടുക്കട്ടെ. ഇതിന്റെ പേരിൽ എന്തിനാ എത്രമാത്രം ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കോ? ഓഹോ, നിനക്ക് കാര്യമില്ലായിരിക്കും, പക്ഷെ എന്റെ അച്ഛന്റെ സ്വത്താ. അപ്പൊ പിന്നെ എനിക്കും അധികാരമുണ്ട്, എനിക്കും അവകാശമുണ്ട്. അതുപോലെ തന്നെ അമലിനും. ഒരാൾ മാത്രം അങ്ങനെ കൊണ്ട് സൂഹിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങളും അച്ഛനും മക്കളല്ലേ, ഞങ്ങൾക്കുള്ളത് വേണ്ടല്ലേ എന്ന് ചോദിക്കാം. അജയ്, അല്ലെങ്കിൽ തന്നെ അളകാപുരിക്ക് ഇഷ്ടംപോലെ സ്വത്തുകളും കാര്യങ്ങളും ഉണ്ട്. ആ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. പിന്നെ എന്തിനാ ഇത്രമാത്രം അജയ് ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ട അജയ് പറഞ്ഞു, അതെ, ആ മൂന്നാറിലെ റിസോർട്ടിനെ അത്രയ്ക്ക് മോഹിപ്പിച്ചു. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട.
അത് വിലയ്ക്ക് വാങ്ങുവാണെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ മനസ്സ് പലവട്ടം ആലോചിച്ച കാര്യമാണ്. ആ റിസോർട്ടാണ് ദേ അഭിയാണ്ടും ജാനിയടുത്തും പേരിൽ അച്ഛൻ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്ക് വേണം അതിനകത്തൊരു ഷെയർ. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനിത് റദ്ദാക്കൂന്ന് പറഞ്ഞിട്ട് അജയ് ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് പോവാണ്. നിരഞ്ജനിക്ക് മനസ്സിലായി അജയ് താൻ ഉദ്ദേശിച്ച ആളൊന്നുമല്ല, അതിനപ്പുറമാണ്. ആ പഴയ ആ സോഫ്റ്റ് കോർണോ അല്ലെങ്കിൽ തന്നോട് കാണിച്ചിരുന്ന ആ സെന്റിമെന്റ്സോ കാര്യങ്ങളോ ഇഷ്ടമൊന്നും അല്ല അജയുടെ മനസ്സിൽ. അജയുടെ മനസ്സിൽ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ടെന്ന് നിരഞ്ജനിക്ക് മനസ്സിലായി. ഒരു പക്ഷേങ്കിൽ തന്റെ അജയുടെ കല്യാണം നടത്താൻ വേണ്ടി ജാനിയടുത്ത് എത്രമാത്രം കഷ്ടപ്പെട്ടാണ്. പക്ഷെ ആ സ്നേഹം ഒന്നും അജയ്ക്ക് അവരോടില്ലെന്ന് മനസ്സിലായി. അജയുടെ മനസ്സിൽ എപ്പോഴും ക്രിമിനൽ ബുദ്ധിയാ. അത് മാത്രമല്ല സ്വത്തുക്കളോടുള്ള താല്പര്യ. ഒരുപക്ഷെ തന്നെ വിവാഹം കഴിച്ചത് പോലും സ്വത്ത് മോഹിച്ചാണെന്നൊരു സംശയം നിരഞ്ജനയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. നിരഞ്ജനയ്ക്ക് ആവശ്യം ഇങ്ങനെ ഒരു ഭർത്താവിനെ ആയിരുന്നില്ല. കാരണം നന്നായിട്ട് സ്നേഹിക്കുന്ന, തന്നോടൊപ്പം ചേർത്ത് നിൽക്കുന്ന, കുടുംബത്തെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയായിരുന്നു. പക്ഷെ നിരഞ്ജന ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ്. ഈ സമയം പ്രഭാവതി ആകെപ്പാ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് പ്രഭാവതിയുടെ അടുത്തേക്ക് അഭി വരുവാണ്. അഭി എന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ എന്താ ഇങ്ങനെയൊന്നും മിണ്ടായിരിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പ്രഭാവതി പറഞ്ഞു, എനിക്ക് ആരോടും കൂടുതലൊന്നും സംസാരിക്കാനില്ലെന്ന് പറയാ. അമ്മ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ അച്ഛൻ ഞങ്ങളുടെ പേരിൽ അത് എഴുതി വെച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടും കൂടി ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ടതും പ്രഭാവതി പറഞ്ഞു, അച്ഛൻ നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അച്ഛൻ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. അപ്പൊ ഞാൻ കാണാൻ അച്ഛൻ ഇനി വേറെ എന്തൊക്കെ കളത്തരം കാണിച്ചിട്ടുണ്ട്. 5 വർഷം അച്ഛൻ ആ സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചു. പക്ഷേങ്കിൽ അച്ഛനത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. കാരണം ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാനൊരു തടസ്സം പറയില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാ അച്ഛൻ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ച? ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ല. ഞാൻ വിശ്വസിച്ച് ഇത്രയും കാലം കൂടെ തന്നെ എന്നെ വഞ്ചിക്കലെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. പക്ഷെങ്കിൽ വിശ്വാസവഞ്ചന അച്ഛൻ കാണിച്ചിരിക്കുന്നത് ഒരിക്കലും എനിക്ക് അച്ഛനോട് പൊറുക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടോണ്ട് അങ്ങോട്ട് ജാനകി വന്നു. ജാനകി വന്നിട്ട് ഇങ്ങനെയൊന്നും പറയില്ല അമ്മേ. അമ്മയ്ക്ക് അറിയാലോ ഈ കുടുംബത്തിന്റെ നെടും തൂണാണ് അച്ഛനും അമ്മയും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം മിണ്ടാതെ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പ്രഭാതി എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ പറഞ്ഞുകൊണ്ട് വരണ്ട. എല്ലാവർക്കും അവനവന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴല്ലേ ഓരോരുത്തരും ഞാൻ പഠിച്ചു വരുന്നെന്ന് പറയണം. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, അമ്മ എന്താമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ചോദിക്കും. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് പറയണേ. ദൈവത്തെ ഓർത്ത് എന്നെ കുറച്ച് സമയത്തേക്ക് വെറുതെ വിട്ടാരെ. എന്നോട് സംസാരിക്കാൻ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി അങ്ങോട്ട് ഇരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ജാനകിക്കും അമ്മയ്ക്കും മനസ്സിലായി അമ്മയ്ക്ക് തങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം അമ്മയ്ക്ക് എന്തോ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അത് തങ്ങളുടെ മേലെ പ്രകടിപ്പിക്കുമെന്ന് മനസ്സിലായി. പിന്നീട് ബാ അഭിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അബീനെ വിളിച്ചോണ്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പൊ തമ്പി ഭയങ്കര കുതന്ത്രമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കാരണം അവർക്കത് എഴുതി കൊടുത്തതിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാക്കാൻ തന്നെ തമ്പി തീരുമാനിക്കുന്നുണ്ട്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണല്ലോ തമ്പിയുടെ ശരിക്കുള്ള സ്വഭാവം. പക്ഷെങ്കിൽ സൂര്യനാരായണൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യം കാണും. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ അത് ജാനകിക്കും അബിക്കും അവകാശപ്പെട്ടാന്ന് സൂര്യനാരായണന് തോന്നിയിട്ട് തന്നെയാണ് സൂര്യനാരായണൻ അത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാട്ടോ. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.